കൊഞ്ചുന്നൊരു നാടുണ്ടിങ് കണ്ണ പറാശാനെ 10,000 രൂപ അതിൽ കൂടെ ഒന്നും ഇല്ലയോ ആശാനെ? നമുക്കേ കുത്തിയും കൂടെ വെച്ചാലോ? അതല്ല ആശാനെ, നമുക്ക് ഈ മരുന്ന് വെച്ച് കുത്തി വെക്കുന്ന പരിപാടി ഇല്ലേ? ആ അത് വാങ്ങിച്ചോ, ഞാൻ അച്ഛൻ്റെ കാശ് വാങ്ങിച്ചു തരാം. ഓക്കെ. ഫുഡ് അടിച്ച് കയറ്റാൻ വേണ്ടി മാത്രം ശരീരത്തിന്റെ വീതി കൂട്ടുന്ന ഒരുത്തൻ. ഇത്ര ഇറച്ചിയാക്കുന്ന എന്തിനും അറക്കാൻ കൊടുക്കാന്? എന്തോ വല്ലതും പറഞ്ഞായിരുന്നു? എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോത്തിനെ ഇറക്കുന്നു, അതിന്റെ കാര്യം പറഞ്ഞേ. ഇവിടെ അടുക്കളയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വല്ല ഇരിപ്പുണ്ടോ? ഒരു അണ്ടാവിരിപ്പുണ്ട്, എടുത്തങ്ങ് വിഴുന്ന്. ജിമ്മായ സ്വന്തമായിട്ട് ജിമ്മിടാന്നാ വിചാരം. എന്തടാ കാണണമെന്ന് പറഞ്ഞു? നീ എൻ്റെ മൂത്ത മോനെ ഒന്ന് ഉപദേശിക്കണം. എന്തോ പറ്റി? പണിക്ക് പോവാതെ വീട്ടിൽ മേലനങ്ങാതിരുന്നപ്പോൾ ഒരു കൗതുകത്തിന് ജിമ്മിൽ പൊക്കൂടെന്ന് ചോദിച്ചു. അതിപ്പോ ഏറ്റവും വലിയ ഗുരുവായി. നീ കാര്യം തെളിച്ചു പറ. എടാ, ഈ പഞ്ചായത്തിലെ കോഴികളെല്ലാം മുട്ടയിടുന്നത് ഇപ്പൊ യവന് വേണ്ടിയിട്ടാ. എടാ, മാസം 10-25,000 രൂപ എൻ്റെ ഇറങ്ങുന്നത്. അത് കടുപ്പം തന്നെ. നീ അവനെ ഒന്ന് ഉപദേശിക്കും. ഈ മേലനങ്ങി അങ്ങോട്ട് പൈസ കൊടുക്കുന്ന പരിപാടി വിട്ടിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്ന പരിപാടിക്ക് പോകാൻ പറ. വാ, ഞാൻ പറയാം. വിശക്കുന്നു. തന്റെ ആർട്ട് വർക്കിന് വേണം മുട്ടയില്ലാതെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചേക്കുന്നു. കഴിവ് തന്നെ. നീ ഇവിടെ പട്ടിണിയെ? അവന്റെ തീറ്റ ഉണ്ടാ പിന്നെ കോഴി മുട്ട ഇടൂല്ലോ ഒരിക്കലും. അച്ഛൻ കഴിക്കുന്നില്ലേ? അച്ഛൻ പച്ചവെള്ളം കുടിച്ചോളാം മോനെ. മോൻ എന്ത് ചെയ്യുന്നു? വർക്കൗട്ട് ചെയ്യുന്നു. അല്ലാതെ ഇന്ന് ബൈസൺ അടിച്ചു. ബൈസണായിട്ട് എന്താ പ്രശ്നം? മാമാത ഈ കുഴക്കട്ടുണ്ടോ? ഇതുകൊണ്ട് ബൈസ്. എന്റെ പൈസക്ക് ആ പൈസക്ക്. അച്ഛാ, ആ മുട്ടക്കറി ഞാൻ മുട്ടക്കറി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കണം. അതിനകത്തൊരു ഒറ്റ മുട്ടയില്ല, അറിയോ? എന്തോ മുട്ട സമ്മേളനോ വിഴുങ്ങുന്നു. അച്ഛൻ എന്തിനും ഒരു സൊസൈറ്റിയിലെ പാല് വേണ്ട, ഭയങ്കര കൊഴുപ്പ്. ഭയങ്കര കഴുപ്പ് തന്നെ. മാമ ഇതൊന്ന് നോക്കിയേ, ഇതിലൂടെ കയറേണ്ട മാംസമാണ് ഈ മാംസം വീണ്ടും ഒറ്റയ്ക്ക് കയറ്റുന്നത്. ഇപ്പൊ നാട്ടുകാരെ കണ്ടി ഇത് മാംസവും ഞാൻ പിണ്ടവും. ഇവനെയും കൂടെ ജിമ്മിൽ പറഞ്ഞു. ഈ കാട്ടുപോത്തിന് തന്നെ മാസം 25,000 രൂപ. ഇനി കടാവിനെയും കൂടെ വിട്ടാൽ ലോൺ എടുക്കേണ്ടി വരും. അച്ഛൻ ട്രെയിനർ പറഞ്ഞ് 10,000 രൂപ കൊടുക്കുവാണെങ്കിൽ ഒരു പ്രോട്ടീൻ പൊടി വരുമെന്ന്. 10,000 രൂപയുടെ പ്രോട്ടീൻ പൊടി എന്നിട്ട് ഇയാൾ ഹൾക്കായിട്ട് അഭിനയിക്കാൻ പോന്നാ? ഒരു ജിമ്മിൽ ആശാ മതി ഒരു കുടുംബത്തിലെ സ്വത്തൊക്കെ നശിപ്പിക്കാൻ. മോനെ, അച്ഛന്റെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ 15,000 രൂപ 1000 പിടിച്ചിട്ട്. അപ്പൊ മോന് പ്രോട്ടീൻ വാങ്ങാൻ വേണ്ടി മാത്രം അച്ഛൻ പണിയെടുക്കാന്ന് പറഞ്ഞ അത്രയ്ക്ക് അതമ്പതിച്ചെന്ന് PT കരുണാകരൻ. എനിക്ക് രാത്രി ഒരു 15 മുട്ട കൂടെ വേണ്ടി വരും. ആ കോഴിയുടെ പിന്നാമ്പറയിലൊന്ന് മാനിക്കടാ. നിങ്ങൾക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു പെണ്ണ് കെട്ടിക്ക്. ആ മുട്ടക്കറിയിലെ ഉള്ളിയും പോയി. അപ്പോഴോ കപ്പിളായിട്ട് കയറുവാണെങ്കിൽ ഓഫറുണ്ട്. അച്ഛന് കുറച്ച് പൈസ ലാഭിക്കാൻ ജിമ്മിൽ. 15 മുട്ടയല്ലേ തരാം. അച്ഛൻ ചെറിയ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരു കുടുംബം വലിഞ്ഞു മുറുകിയ ഒച്ചയാ കേട്ടത്.